എല്ലാവർക്കും നമസ്കാരം. ജമീലാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ഇതുവരെ ഇത് ആരും യൂട്യൂബിൽ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഇത് ഫോട്ടോ കണ്ടിട്ട് വീഡിയോ കാണും മുമ്പ് എന്തെന്നാണെന്ന് മനസ്സിലായവർ യെസ് എന്ന് അടിച്ച് കമൻറ്റ് ചെയ്യുക. മനസ്സിലാകാത്തവർ നോ അടിച്ച് അടിയിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. അരി അരച്ച് വെച്ചതാണിത്. ഇല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിന് വേണ്ട അച്ചാണത്. ഇടിയോന്നി ഊന്നാൻ വേണ്ടിയിട്ടുള്ള ഇല നമുക്ക് കഴുകി വെച്ചതെല്ലാം ഇങ്ങനെ ഓരോന്നും തുടച്ച് വെക്കാം. ഞാനിതെല്ലാം മൊത്തം കഴുകി വെച്ചതാണ് ആദ്യം. അത് നമുക്ക് നല്ലൊരു തുണി കൊണ്ട് തുടച്ചെടുക്കുന്നതാണിത്. ഇനി അരിയാണ്. ഇത് നല്ലവണ്ണം അരഞ്ഞ അരിയാണ്. നല്ലവണ്ണം അരയണം. അതിനുള്ള അച്ചാണിത്. പിന്നെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നതിലും വലിയൊരു അച്ചില്ല അതാണ് ഇടേണ്ടത്. ഇതിലത് കാണിക്കാൻ അച്ചില്ല. ഇത് ഒന്നായിട്ട് അങ്ങന്ന് ഇടിയൂന്നീൻ്റെതായിട്ട് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ്. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇലയിൽ ഊന്നിയെടുക്കാം. നൂൽപ്പുണ്ട് ഉണ്ടാക്കുന്നതിനും അതിനേക്കാട്ടും വലിയൊരു അച്ചുണ്ട്. അതാണ് ഇതിന് വേണ്ടത്. ഇത് മൊത്തം അങ്ങനെ ഫിറ്റാക്കിയിട്ട് വന്നതുകൊണ്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. അതിനായിട്ടുള്ളതാണ്. വേറെ വേറെ അച്ചില്ല. എല്ലാ ഇലയിലും നമുക്കിങ്ങനെ ഓരോന്നും ഊന്നിയെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ഉണങ്ങുവാനുള്ള സമയമാണ് വേണ്ടു. അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ അരിയൊക്കെ അരച്ചത് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കുമായിരുന്നു. അപ്പച്ചമ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയും ഊന്നാം. ഇനി ഇതിൽ 2 എണ്ണം വെച്ച് കൊടുക്കാം. കുറേ വെച്ചാൽ ഇത് അപ്പോൾ പരന്നു പോകും. അതുകൊണ്ട് തൊടാതെ 2 എണ്ണം വെച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എല്ലാം ഞാനിങ്ങനെ ഇലയിൽ ഊന്നി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. രണ്ടും കൂടിയും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. കുറേ ഒന്നായിട്ട് വെച്ചാൽ ഇത് പരന്നു പോകുന്നത് കൊണ്ടാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വെച്ച് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാലത്തൊക്കെ അരി അരച്ചാൽ ബാക്കിയുള്ളത് ഇങ്ങനെ ഊന്നി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ആരെങ്കിലും വിരുന്നൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുത്താൽ മതി. എല്ലാം ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി വെയിലത്ത് ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ ഇലയിൽ നിന്ന് എടുക്കണം. എല്ലാം തണിഞ്ഞാലാണ് കിട്ടുക. പക്ഷേ ഇത് ചൂടോടെ എടുത്താലാണ് പെട്ടെന്ന് പൊളിഞ്ഞു പോരും. അല്ലെങ്കിൽ ഇലയിൽ പറ്റി പിടിക്കും. ഇതെല്ലാം വെയിലത്ത് തുണി വിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ദിവസം ഉണങ്ങി കിട്ടിയാൽ മതി. ഇപ്പോഴത്തെ വെയിൽ നല്ല വെയിലായതുകൊണ്ട് ഞാൻ 2 ദിവസം ഉണക്കിയെടുത്തതാണ്. ഇത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഭരണിയിലോ അളവിലോ മൺകലത്തിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് അടച്ച് സൂക്ഷിച്ച് വെച്ച് ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വിരുന്നൊക്കെ വരുമ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇത് പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ആർക്കും ഇത് അറിഞ്ഞുകൂടാ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഉള്ളവർക്ക് അറിയാമെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കുവാനൊക്കെ ഭയങ്കര മടിയാണ്. പണ്ടുള്ള വയസ്സന്മാരൊക്കെ ഉള്ള വീട്ടിലുള്ളവർക്കെല്ലാം ഇത് ഉണ്ടാക്കുന്നത് അറിയാം. അല്ലാത്തവർക്കൊന്നും ഇതറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലിട്ട് കൊടുത്താൽ അപ്പം തന്നെ പൊന്തി വരും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല പൊരി പോലെ ഉണ്ടാവും. ഒരു കട്ടി ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഒരു കട്ടി ഉണ്ടാവില്ല. ഇത് അതൊന്നുമില്ല. ഇത് വെളിച്ചെണ്ണ ഇട്ടുക, പൊന്തി വരുക, എടുക്കുക. നല്ല ടേസ്റ്റുള്ള ഇടിയൂന്നിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കാത്തവർ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം. ഇതിന് ഇടിയൂന്നിയാണ് പറയുക. ഈ കടയിലൊക്കെ വെച്ച് വെക്കുന്ന നുറുക്കിയുള്ള ഇടിയൂന്നീൻ്റെ ടേസ്റ്റ് അല്ല ഇനി. ഇതിന് വേറെ തന്നെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. നല്ല ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ അതിലും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് പണ്ടേ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കൊണ്ടാണ് കരിവേപ്പിലയൊന്നും ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഇടിയൂന്നിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിച്ച് തരണം. എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് അറിയിക്കണം. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് വാർന്നിട്ട്, അതുകൊണ്ടാണ് കുറേ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലങ്ങിടുമ്പം തന്നെ
അപ്പം തന്നെ പൊങ്ങി വരും, എടുത്തിങ്ങ് വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. കുറേ സമയം അടുപ്പത്ത് വെക്കുകയൊന്നും വേണ്ട. വെളിച്ചെണ്ണയിലിടുക, എടുക്കുക, അത്രയേ പണിയുള്ളൂ ഇതിന്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കമൻ്റ് അറിയിച്ച് തരണം. ഇത് നമുക്ക് പഴമൊക്കെ കുഴച്ച് കൂട്ടിക്കുഴച്ച് തിന്നാനൊക്കെ നല്ല രസമുണ്ട്. ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ രസമുണ്ട്. എന്നാലും ഇതിൻ്റെ കൂടി പഴമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിക്കുഴച്ചാൽ മൈസൂർ പഴമൊക്കെ ഇട്ട് കുഴച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ വാങ്ങുന്ന അങ്ങനത്തെ ഇടിയൊന്നിയൊന്നുമല്ല. നല്ല പൊരി പോലെ അത്രയും കട്ടി ഉണ്ടാവും. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി. ഞാൻ ഉണ്ടാക്കി കാണുന്നതൊന്നും ആരും ഉണ്ടാക്കി നോക്കുന്നില്ല എന്നൊരു സങ്കടമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇടുവാൻ തന്നെ ഒരു മടി. അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. ഇത് സോഫ്റ്റാണ്. ഇത് പൊട്ടിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. ഇത് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.